കെ സുധാകരനും വി ഡി സതീശനും ഇടയിലുള്ള ഒരു അധികാര വടംവലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് നമ്മളൊരു പ്രസ് മീറ്റിൽ ഇവർക്കിടയിൽ നടന്ന സംഭാഷണത്തിലൂടെയൊക്കെ ലോകം മുഴുവൻ അത് വീക്ഷിച്ചിട്ടുള്ളതുമാണ്. ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയാം വേണ്ട ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞുള്ള പിണക്കങ്ങൾ. ഇപ്പം കെ സുധാകരൻ്റെ ഒരു പ്രതികരണം വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ്. വി ഡി സതീശൻ വനവാസത്തിന് പോകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നാണ്. അപ്പം അതിലൊരു തരം ആക്ഷേപമില്ലേ? അത് സതീശനെ കളിയാക്കിയതല്ലേ? സതീശൻ വനവാസത്തിന് പോകുന്നതാണ് അദ്ദേഹത്തിന് താല്പര്യം, കെ സുധാകരന് താല്പര്യം, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രതികരിച്ചത് ആ ഒരു രീതിയിലാണ്. അപ്പം യഥാർത്ഥത്തിൽ 100 സീറ്റ് ലഭിക്കില്ലെങ്കിൽ വാക്ക് പാലിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശനെങ്കിൽ തീർച്ചയായിട്ടും വനവാസത്തിന് പോകേണ്ടി വരില്ലേ? വനവാസത്തിന് പോകേണ്ടത് പറഞ്ഞാൽ ശ്രീരാമനെ പോലെ ഒരുപക്ഷെ സതീശന് വലിയ മഹാരാജാവായിട്ട് ചക്രവർത്തിയായിട്ട് തിരിച്ച് വരാനുള്ള അവസരവും ചിലപ്പോൾ അതുകൊണ്ടുണ്ടാവും. കാരണം വനവാസത്തിന് പോയാൽ സതീശൻ്റെ എം എൽ എ സ്ഥാനം പോകുന്നില്ല. സതീശൻ തോക്കാത്തടത്തോളം കാലം എം എൽ എ സ്ഥാനം അവിടെ ഉണ്ട്. ഇപ്പോൾ സുധാകരൻ പറഞ്ഞിരിക്കുന്ന 100 സീറ്റ് കിട്ടും, 100 സീറ്റ് അധികം കിട്ടും, കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നതാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. സുധാകരൻ എന്തർത്ഥത്തിലാണ് പറയുന്നത് നമുക്കറിയത്തില്ല, അതെങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. ഇനി 100 സീറ്റിൽ അധികം കിട്ടും, താഴോട്ടാണ് കിട്ടുന്നതെന്നിരിക്കട്ടെ, ഒരു 75-80 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും പലരും പ്രതീക്ഷിക്കും സതീശൻ സ്വയം പോകുമെന്ന്, അല്ലെങ്കിൽ സതീശനെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേര് കാണും എന്നിട്ട് മുഖ്യമന്ത്രിയാകാൻ. അപ്പോൾ സതീശൻ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണ്, ഒരു 75-80 സീറ്റ് താഴെയാണെങ്കിൽ 90% സതീശൻ ഈ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടാന്ന് പറയും. വനവാസമല്ല ചെയ്യാൻ പോകുന്നത്, മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടാന്ന് പറയും. കാരണം ഈ സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞാൽ അതനുസരിച്ച് ബാർഗെയിനിങ് കൂടും. മുഖ്യമന്ത്രിയാകാനുള്ള ബാർഗെയിനിങ് കൂടും, മന്ത്രിയാകാനുള്ള ബാർഗെയിനിങ് കൂടും, ഘടകകക്ഷികളുടെ സമ്മർദ്ദം കൂടും. അങ്ങനെ വരുമ്പം ആ പ്രഷറിൻ്റെ ഉള്ളിൽ കിടന്ന് ആ 80 പേരുടെ നേതാവ് വിഷമിക്കേണ്ടി വരും. ആ വിഷമത്തിൽ നിന്ന് ആര് രക്ഷപ്പെടും? തൽക്കാലം സതീശൻ രക്ഷപ്പെടും. പിന്നെയും തുടർന്ന് സംഭവിക്കുന്നത് ഈ രീതിയിലാണ്. 80 പേരുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ കോൺഗ്രസിൽ വീണ്ടും ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടാകും. ആരെങ്കിലുമൊക്കെ സമുദായ സംഘടനകളുടെ കത്തുമായിട്ട് വരും, എന്നെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് 40 സമുദായ സംഘടനകളുടെ കത്തുമായിട്ട് വന്ന എന്നാ ഈ അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ നോക്കിയവരില്ലേ, ആഭ്യന്തരമന്ത്രിയാകാൻ നോക്കിയവരില്ലേ? ആ ഒരു പാരമ്പര്യമുള്ള കോൺഗ്രസ്സിൽ ഒത്തിരി നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം കൂടെ പിന്നെ എനിക്ക് കിട്ടാത്തവനൊക്കെ കൂടെ ഒറ്റക്കെട്ടാവും. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുത്തു, ഇപ്പോൾ സതീശനെ മാറ്റി വേറൊരാൾക്ക് കൊടുത്തു, പോയി സുധാകരനെ തന്നെ ഇതാക്കി. അപ്പോൾ കിട്ടാതെ വരുന്ന രമേശ് ചെന്നിത്തല അവിടെ ഇറങ്ങിയിരിക്കുമോ? അത് കെ സി വേണുഗോപാൽ ഇറങ്ങാതിരിക്കുമോ? ഇവർ തമ്മിലുള്ള തർക്കത്തിൽ നിന്നും, പ്രചണ്ഡമായ തർക്കത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരമാണ് സതീശന് എണ്ണം കുറഞ്ഞാൽ കിട്ടുന്നത്. കെ സുധാകരന് വി ഡി സതീശൻ ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യക്കുറവ് വി ഡി സതീശനുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ മൈക്കിൻ്റെ കാര്യം തന്നെ, ഞാൻ പറയാം, ഞാനല്ലേ KPCC പ്രസിഡന്റ്, ഞാൻ ആദ്യം സംസാരിക്കാം എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ പറയുന്നത് വേണ്ട ഞാൻ സംസാരിച്ചോളാം. എന്നിട്ട് വീണ്ടും ഇദ്ദേഹം നിർബന്ധം പിടിക്കുന്നു. അതെങ്ങനെയാ? ഞാനല്ലേ സംസാരിക്കണ്ടേ? അപ്പോൾ എല്ലാ മൈക്കും കൂടി സുധാകരന് വെച്ച് കൊടുക്കും. അല്ലാതെ തുടർന്ന് അതിന് ശേഷം നടന്ന രംഗം എന്താണെന്ന് വെച്ചാൽ ത്രിവർണ ഈ ഷാൾ എടുത്തിട്ട് കഴുത്തിലേക്ക് സുധാകരന്റെ പ്രവർത്തകർ അണിയുന്നു. തിരിച്ച് അപ്പുറത്തിരിക്കുന്ന വി ഡി സതീശന്റെ കഴുത്തിലും ഷാൾ അണിയാൻ പോകുമ്പോൾ ഇദ്ദേഹം വിയോജിക്കുകയാണ്, എനിക്കൊന്നും വേണ്ട ഷാൾ എന്ന രീതിയിൽ തട്ടി മാറ്റുകയാണ്. മാധ്യമപ്രവർത്തകരുടെ എന്തോ ഒരു സംശയത്തിന് സുധാകരന് മറുപടി ഇല്ലാതിരുന്നപ്പോൾ, അന്ന് ഇംഗ്ലീഷിലോ അങ്ങനെ എന്തോ ആയിരുന്നു ചോദിച്ചത്, അദ്ദേഹത്തിന് അത് വ്യക്തമായില്ല. തൊട്ടടുത്തിരിക്കുന്ന വി ഡി സതീശനോട് എന്താണത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് ഇതിലൂടെയൊക്കെ വ്യക്തമാക്കുന്നത്? അതുകൊണ്ട് ഈ ഒരു സംഭവം മാത്രം വലിയ ഡാമേജ് ആണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരുന്നത്. കാരണം ഇപ്പോഴും UDF അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഇപ്പോഴും സംശയിക്കുന്നു, ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിയും കുതികാൽ വെട്ടും അസൂയയും ആയിരിക്കുമോ ഉണ്ടാവുക തമ്മില്. അപ്പൊ അങ്ങനെ ഒരു നേതൃത്വത്തിന് എങ്ങനെ കേരള സംസ്ഥാനത്തിന്റെ ഭരണം കൊടുക്കാൻ പറ്റും? അങ്ങനെയുള്ള നേതൃത്വം തന്നെയായിരുന്നു കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ നേതൃത്വം. കേരളത്തിലും അല്ല, പലയിടത്തും ഉണ്ടായ നേതൃത്വം. ആ നേതൃത്വം തന്നെയാണ് വലിയ കുഴപ്പമില്ലാതെ ഉമ്മൻചാണ്ടിയാണേലും കരുണാകരനാണേലും കേരളത്തിന് പുരോഗതി ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങുന്ന നേതൃത്വം തന്നെയാണ്. ഇതേ ടൈപ്പ് തമ്മിൽ തല്ലും വഴക്കമായിട്ട് നിന്നാണ്. ഒരു ദിവസം ഇതേപോലെയുള്ള കളിയാക്കലുള്ള ഡയലോഗില്ലേ, ഉമ്മൻചാണ്ടി കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു, രാജിവെക്കുന്നു. കരുണാകരനായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലാണ് രാജിവെക്കുന്നത്. ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ട് വഴി നീള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി പുതുപ്പള്ളിക്ക് പോരുകയാണ്.
അപ്പോൾ പത്രപ്രവർത്തകർ കരുണാകരനെ കണ്ടു. താങ്കളുടെ സഹപ്രവർത്തകൻ രാജിവെച്ചതിൽ സങ്കടമില്ലേ, താങ്കൾക്ക് വിഷമമില്ലെന്ന് ചോദിക്കും. എന്നാൽ കരുണാകരൻ തിരിച്ചു ചോദിക്കുന്നത് ഇപ്പോൾ സുധാകരൻ എന്നോട് മറുപടി പറഞ്ഞ പോലെയാണ് തിരിച്ചു ചോദിക്കുന്നത്, എനിക്ക് സങ്കടം വരുന്നുണ്ട്, കരയാൻ നിങ്ങളൊരു ഉള്ളി തരാവും, ഉള്ളി തേച്ചാലേ കണ്ണീര് ഉള്ളൂ എന്നുള്ള രീതിയിൽ പരിഹസിച്ചാണെന്ന് കരുണാകരൻ പറഞ്ഞു. അതേ രീതിയിലുള്ള വർത്തമാനമാണ് സുധാകരൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇത് കോൺഗ്രസ്സാണ്. ഇത് കോൺഗ്രസിൻ്റെ സംഘടനയിൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകണം. സുധാകരൻ അങ്ങനെ വരുന്നതിൽ അതിനകത്ത് ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് കാരണം അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് കണ്ണൂർ മത്സരിക്കാൻ ആദ്യം ഫുൾ പിടിവാശിയായിരുന്നു, എനിക്ക് മത്സരിച്ചേ പറ്റുള്ളൂ, മത്സരിക്കും എന്ന് അദ്ദേഹം 3 വട്ടം ആണയിട്ടൊക്കെ പറഞ്ഞതാണ് മാധ്യമപ്രവർത്തകർ. പിന്നീട് എന്ത് സംഭവിച്ചു? ഡൽഹി പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ പാർട്ടി എത്രയോ വലുത്, ഞാൻ എത്രയോ ചെറുത് എന്നുള്ള പ്രതികരണം നടത്തി അദ്ദേഹം ഒഴിവാവുകയായിരുന്നു. ഇതിന് പിന്നിൽ വി ഡി സതീശന്റെ ഒരു കളിയുണ്ട്, അല്ലെങ്കിൽ വി ഡി സതീശനാണ് സുധാകരനെ മത്സരിപ്പിക്കരുത് എന്ന് പറയുന്ന പ്രഷർ നിരന്തരമായിട്ട് കേന്ദ്ര നേതൃത്വത്തിനും കേരള നേതൃത്വത്തിനൊക്കെ നൽകിയത് എന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ളൊരു പ്രതികരണം തന്നെയല്ലേ ഇപ്പം കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്? ഉറപ്പായിട്ടും. പക്ഷെ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ കെ സുധാകരനോടുള്ള വ്യക്തിപരമായ അംഗീകാരക്കുറവുകൊണ്ടല്ല, കെ സുധാകരന് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ സ്ഥാനത്ത് അധിക നാളിരിക്കാൻ പറ്റില്ല, അല്ലെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലർക്കും ബോധ്യപ്പെട്ടു. കോൺഗ്രസിൻ്റെ കേരളത്തിലെ പല നേതാക്കന്മാർക്കും ബോധ്യപ്പെട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് സുധാകരൻ തൽക്കാലം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ട് മാറി നിൽക്കാതെ വീണ്ടും അവിടെ തുടരുകയും അങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം. ഇപ്പോൾ പറയുന്ന സുധാകരൻ പിന്നെ പറയുന്നത് പെട്ടെന്ന് മറന്നുപോകും, എന്താ പറഞ്ഞതെന്ന് പോലും മറന്നുപോകും. ഇപ്പോൾ നിങ്ങളെ ഇന്ന് കണ്ടറിഞ്ഞ് നിങ്ങൾ എന്തിനാ വന്ന് നാളെ ചോദിക്കും, ഇന്ന് നിങ്ങൾ പറഞ്ഞതാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവം ഡി ജനറേഷൻ സ്വല്പം എന്താ മെൻ്റൽ ഫാക്കൽറ്റിക്ക് എന്തോ തകരാറെ പറ്റി ഇപ്പോൾ കുറേ നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ വർത്തമാനം പ്രസ് കോൺഫറൻസിൽ നിന്ന് പറഞ്ഞാലോ, സതീശനും കൂടി ഇരിക്കുന്ന പ്രസ് കോൺഫറൻസാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ തന്നെ സംസാരിച്ചോളാം, സതീശൻ തന്നെ സംസാരിച്ചോളാം എന്ന് വിൽക്കുന്ന സമയത്ത് ചില സമയത്ത് സുധാകരൻ മൈക്ക് കയറിയിടും, തർക്കം വരും. പക്ഷെ അത് ഒരു പരിധി കഴിയുമ്പോൾ രണ്ടുപേരും സതീശന് വേണം ചെയ്യാമായിരുന്നു, സുധാകരനുള്ള പ്രസ് മീറ്റിങ്ങിന് പോകണ്ടെന്ന് വയ്ക്കായിരുന്നു. അപ്പോൾ ഈ തർക്കം അറിയുകയല്ലോ. പക്ഷേ ഈ തർക്കങ്ങൾ അറിയുന്നതുകൊണ്ട്, ഏത് നേതാവിനെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ അറിയുന്നതുകൊണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് സത്യം അറിയാൻ പറ്റുള്ളൂ. അതങ്ങ് തർക്കത്തിൽ കൂടെയും സംവാദത്തിൽ കൂടെയും സത്യം പുറത്തു വരുള്ളൂ. ഇപ്പോൾ എം വി ഗോവിന്ദൻ ആരാന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. ശ്യാമള ആരാന്ന് കുറച്ചുകൂടെ വ്യക്തമായപ്പോഴാണ്. അവർ തമ്മിൽ ആ തർക്കം ഉണ്ടായില്ലായിരുന്നെങ്കിലോ നമ്മളിപ്പോഴും ശ്യാമള വലിയ പൊന്നാളത്തെയാണ് വനിതകളുടെ നേതാവാണെന്ന് വിചാരിക്കും. അപ്പോൾ തർക്കം ഉണ്ടാകുന്ന സമയത്ത് വേറെ ചില ഗുണങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനെ പറയുന്ന കഥകൾ ആരാ, ജി സുധാകരൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ തമ്മിൽ തർക്കം ഉണ്ടായപ്പോഴല്ലേ പറയാൻ തുടങ്ങി, അതുവരെ പറഞ്ഞോ? അതുവരെ ഈ കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് ഈ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയണം, നമ്മളറിയണം, നാട്ടുകാർ ജനം അറിയണം. ഇവരുടെ ഒന്നും നേതാവല്ലാണോ, ജനങ്ങളുടെ നേതാവാണ്. ഇപ്പോൾ ജനങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഏകമാർഗ്ഗം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പിണറായി വിജയൻ്റെ കൂട്ട് ഞാൻ പറയുന്നത് മാത്രം അംഗീകരിച്ചില്ല. ജനങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് കൈയടിക്കുകയല്ല, അയ്യെന്ന് പറഞ്ഞോട്ടെ. എന്നാൽ എനിക്കറിയാം, തീരുമാനമേ അറിയണ്ട, സുധാകരനാണോ സതീശനാണോ മെച്ചെന്ന് എനിക്കറിയാനുള്ള മാർഗ്ഗം എന്താ? ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധി പറയുന്നത് മാത്രമേ വർത്തമാനം പറയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റൂ? ഇവർ പറയുന്ന പോലെ വോട്ട് ചെയ്യും, പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ വെറും അടിമകളാവും. ജനത്തിന് അഭിപ്രായം അറിയട്ടെ. സതീശിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട, ജനം സതീശിനെ ശിക്ഷിക്കട്ടെ, അല്ലെങ്കിൽ സുധാകരനെ ശിക്ഷിക്കട്ടെ. അവിടെയാണ്. പിന്നെ സുധാകരനെ മത്സരിക്കാൻ കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ഇതിപ്പോൾ ഇത് പറഞ്ഞ സുധാകരൻ എം എൽ എ കൂടെ ആയിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമായിരുന്നോ ഇല്ലയോ? തീർച്ചയായിട്ടും ചോദിക്കുമായിരുന്നു. അതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ. അതായത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് കെ സുധാകരന്റെ ഉള്ളിൽ ഒരു വിഷമവും വേദനയും ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം 3 വട്ടം പറഞ്ഞതാണെന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഞാൻ വരുന്നില്ല, ഞാൻ മത്സരിക്കും എന്നിട്ട് അദ്ദേഹം അതിനു മുമ്പ് അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മത്സരിക്കാൻ പറ്റാത്തതിൽ വലിയ സങ്കടം. അതിന് അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തുന്നത് ആരെയാണ്? വി ഡി സതീശനെയാണ്. വി ഡി സതീശനാണ് മുറവിളി കൂട്ടിയത് ഇദ്ദേഹത്തെ മത്സരിപ്പിക്കരുത് എന്ന്. അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയൊക്കെ നിലപാടെടുത്ത് ഇവിടെ മുഖ്യമന്ത്രി എത്ര പേരാണെന്നായി ഗവൺമെൻറ് തീർന്നോ? ഇവർ തമ്മിലുള്ള തർക്കം തീർന്നുകൊണ്ട് സതീശനെ ചോദ്യം ചെയ്യാൻ ആളില്ലേ? ശശി തരൂർ ചോദ്യം ചെയ്യും, അത്യാവശ്യം വന്നാൽ കെ മുരളീധരൻ ചോദ്യം ചെയ്യും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യും. ഒന്നും ആരും ഇല്ലെങ്കിലും കേസ് കൊണ്ടുപോകലുണ്ട്. തർക്കം ഉണ്ടാക്കാൻ നാളെ ഉണ്ട്. ഇത്തരം തർക്കങ്ങൾ എത്ര കുറയ്ക്കാൻ പറ്റും എത്ര കുറയ്ക്കുക എന്നുള്ളതാണ് തൽക്കാല ഉദ്ദേശം. അതുകൊണ്ട് സുധാകരൻ പറഞ്ഞാൽ എത്ര കാര്യമായിട്ട് എടുക്കില്ല. ഇതേ സുധാകരൻ തന്നെ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ വേറെ പറയും. സുധാകരൻ പറഞ്ഞത് ഇതാണ്,
വാക്ക് പാലിക്കുന്ന നേതാവാണെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ടി വരുമല്ലോ. അത് സതീശൻ ചിലപ്പോൾ സതീശൻ നല്ലൊരു അവസരമല്ലേ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സീറ്റ് കുറവാണെങ്കിൽ 80 സീറ്റാണ് സതീശന്. 100+ അല്ലെങ്കിൽ 100+ ഞാനാവും. 100-നടുത്തോ കിട്ടുമെന്ന പ്രതീക്ഷ യഥാർത്ഥത്തിൽ കെ സുധാകരൻ വെച്ച് പുലർത്തുന്നില്ല. അദ്ദേഹം നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. ഒരു 90-85 കിട്ടുമായിരിക്കും. കിട്ടിയാൽ കിട്ടട്ടെ. കിട്ടിയാൽ പിന്നെ സുധാകരൻ വല്ലതും മിണ്ടാൻ പറ്റുമോ? ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? മുഴുവൻ ക്രെഡിറ്റ് ആർക്കായി? സതീശനായി. അതാണ് അവിടെ കിട്ടിയാൽ വി ഡി സതീശൻ ജയിക്കും. കിട്ടിയില്ലെങ്കിലോ? അതാണ് സതീശന് രണ്ടു തരത്തിൽ ഉപദേശിച്ചാവും, ചിലപ്പോൾ ഉപകാരമാവും. ഞാൻ പറഞ്ഞു എന്തായാലും അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകാതിരിക്കട്ടെ എന്നാണ് എല്ലാ കോൺഗ്രസ്സുകാരും ഇപ്പം പ്രാർത്ഥിക്കുന്നത്.